ഹലോ ഗൈസ്. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിനെ ബേസ് ചെയ്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിനെ ബേസ് ചെയ്തുള്ള ഫ്യൂച്ചറിന്റെ ലെവൽസും ആണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. നമ്മൾ മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിം നിഫ്റ്റിയുടെ വ്യൂ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി സ്റ്റിൽ ഒരു ബിയറിഷ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഡൗൺ സൈഡിലേക്കുള്ള എൻട്രിക്ക് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, കാരണം നമുക്ക് മാർക്കറ്റിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും നോക്കുമ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ബിയറിഷ് മോഡ് തന്നെയാണ്. ഓക്കെ, അപ്പം നാളത്തേക്ക് ഉള്ള ലെവൽസ് നമ്മൾ നോക്കും. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ, നിങ്ങൾ നാളത്തേക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് ഇന്ന് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 23,466 ആ ഒരു ഏരിയയിലാണ്. അപ്പം 23,440 മുതൽ 23,470 വരെയുള്ള ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം ഇതിന്റെ മുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ ചെറിയൊരു റിസ്കി എൻട്രി ആണ്. ഒരു പക്ഷേ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അപ്സൈഡ് മൂവിന് ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,560 ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അഗെയിൻ ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആണ്. കാരണം റീസെന്റ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്നാണ് ഒരു സെൽ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയ നിങ്ങൾ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് 23,560 മുതൽ 23,600 ഏരിയ ഒരു റെസിസ്റ്റൻസ് സോൺ. അപ്പം ഈ ഏരിയയിൽ ഒരു പ്രൈസ് റിജക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അഗെയിൻ മാർക്കറ്റ് ഈ ഒരു 23,600 മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ ഒരു നല്ലൊരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 23,700. 700 ലെവൽ ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പം അഗെയിൻ അതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് 23,800 ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അഗെയിൻ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. 23,800 മുതൽ 830 വരെയുള്ള ലെവലിലാണ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് അഗെയിൻ പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പി സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പ്രൈസ് റിജക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പം ഇനിയിപ്പോ നാളത്തെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഈ 23,270 ലെവലിൽ ചെറിയ സപ്പോർട്ടാണ്. അഗൈൻ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 23,180 മുതൽ 23,155 ആ ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് സഡൻ ആയിട്ട് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടുന്ന് നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിന്റെ താഴെ അതായത് 23,550 താഴെ അഗെയിൻ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു 23,000 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഏകദേശം ഒരു 150 പോയിന്റ് ഉണ്ട്. അഗെയിൻ 23,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അഗെയിൻ മാർക്കറ്റ് ആ ലെവലിൽ താഴെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 22,900 ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ലെവൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ നേരെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 23,458 ആണ്. അത് ഫ്യൂച്ചർ പ്രൈസിന്റെ ലെവലാണ്. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,240 ആണ്. അപ്പം ഈ ഒരു ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ഉള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയന്റെ പുറത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ട്രെൻഡിങ് ആവുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിഫ്റ്റിയുടെ POC ലെവൽ എന്ന് പറഞ്ഞപ്പോഴാണ് 23,300 ലെവലാണ്. ഫ്യൂച്ചറിന്റെ ലെവലാണ്. നിഫ്റ്റിയുടെ POC ആണ്. അപ്പൊ ഇതൊരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ ടാർഗറ്റ് വെക്കാനൊക്കെ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.